ഹലോ അസ്സലാമലൈക്കും. എന്തെല്ലാം എല്ലാവരുടെയും വിശേഷം. ഇന്നൊരു പ്രധാന കാരണം പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കോഴി തീറ്റ കൊത്തുന്നുണ്ട്, പക്ഷേ വെള്ളം മാത്രം കുടിക്കുന്നില്ല. പലരും ഇതൊന്നും കാര്യമാക്കാറില്ല. കുറച്ച് കഴിഞ്ഞാൽ കുടിക്കും എന്ന് കരുതി വിടും. പക്ഷേ അതങ്ങനെയല്ല കേട്ടോ. കോഴി വെള്ളം കുടിക്കാതിരുന്നാൽ പിന്നെ ഓരോ പ്രശ്നങ്ങളും തുടങ്ങും. ചിലപ്പോൾ ചെറിയ കാരണമായിരിക്കും, ചിലപ്പോൾ രോഗത്തിൻ്റെ ലക്ഷണമാകും. ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വീട്ടിലെ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികളാട്ടോ. എനിക്ക് വെള്ളം കുടിക്കുന്നതിനും തീറ്റ കൊത്തുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. ഈ കോഴി വെള്ളപാത്രത്തിൻ്റെ അടുത്ത് ഇപ്പോൾ നിൽക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നില്ല. ഇത് കണ്ടിട്ട് കോഴിക്ക് കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇതിനെ ശരിക്കും രോഗമല്ല. ഇവിടെ വേറെ ഒരു പൂവൻ കോഴിയുണ്ട്, അത് കൊത്തി തലയിൽ മുറിയാക്കിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കോഴിയുടെ ശരീരത്തിൻ്റെ വലിയൊരു ഭാഗം വെള്ളമാണ്. വെള്ളം കിട്ടിയില്ലെങ്കിൽ ദഹനം ശരിയായി നടക്കില്ല. ശരീരത്തിന് ചൂട് നിയന്ത്രിക്കാനും ആകില്ല. വളർച്ചയും മുട്ടയിടലും ബാധിക്കും. ഒന്നാമത്തെ കാരണം വെള്ളത്തിൻ്റെ ശുചിത്വക്കുറവ് തന്നെയാണ് കേട്ടോ. വെള്ളപാത്രത്തിൽ അഴുക്ക്, തീറ്റയുടെ അവശിഷ്ടം, പച്ചപ്പ് എന്നിവ ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ മടിക്കും. അതുകൊണ്ട് ദിവസവും വെള്ളം മാറ്റുകയും പാത്രം വൃത്തിയാക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ വെള്ളം വളരെ ചൂടായാൽ, വെയിലത്ത് കിടക്കുന്ന വെള്ളം ചൂടാകുമ്പോൾ കോഴികൾ വെള്ളം കുടിക്കാൻ മടി കാണിക്കും. പിന്നത്തെ കാരണം എന്ന് പറയുന്നത് രോഗങ്ങളാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വന്നാൽ ആദ്യം തന്നെ കോഴികൾ വെള്ളവും തീറ്റയും കഴിക്കുന്ന അളവ് കുറയും. പിന്നെയുള്ള കാര്യം, കോഴികൾ സ്ഥലം മാറിയാലോ പേടിച്ചാലോ പുതിയ കോഴിയെ കൂട്ടിലേക്ക് വിട്ടാലോ കോഴിക്ക് ടെൻഷൻ വരും. അപ്പോഴും വെള്ളം കുടിക്കുന്നത് കുറയുകയും ചെയ്യും. ഇനി നമുക്കിതിനുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കോഴി വെള്ളം കുടിക്കുന്നത് കണ്ടാൽ ആദ്യം പേടിക്കേണ്ട. കുടിക്കാത്തത് കണ്ടാൽ ആദ്യം നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആദ്യം എന്താ കാരണം എന്ന് നോക്കണം. ഒന്നാമത്തെ കാര്യം, എപ്പോഴും നല്ല ശുദ്ധവെള്ളം കൊടുക്കണം. രാവിലെ വെച്ച വെള്ളം വൈകുന്നേരം വരെ അതേപോലെ വെക്കണ്ട, ഇടയ്ക്കിടെ മാറ്റി കൊടുക്കണം. പിന്നെ വെള്ളപ്പാത്രം എല്ലാ ദിവസവും നന്നായി കഴുകണം. പിന്നെയുള്ളത്, കോഴിക്കൂട് എപ്പോഴും വൃത്തിയാക്കണം. പിന്നെയുള്ളത്, കോഴി കൂടുതലാണെങ്കിൽ ഒരു വെള്ളപ്പാത്രം മാത്രം വെച്ചാൽ പോരാ. ഒന്നോ രണ്ടോ പാത്രം വെച്ചാൽ എല്ലാത്തിനും സുഖമായി വെള്ളം കുടിക്കാം. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കോഴി വെള്ളം കുടിക്കാത്ത പ്രശ്നങ്ങൾ ഒരുപാട് വരെ ഒഴിവാക്കാം. കോഴിയെ ദിവസവും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അവസാനമായി ഒരു കാര്യം പറയാം. വെള്ളം കുടിക്കാത്തത് ചെറിയ കാര്യമാണെന്ന് കരുതി വിട്ടേക്കരുത്. കാരണം കൃത്യമായി കണ്ടെത്തിയാൽ കോഴിയെയും നമ്മുടെ നഷ്ടത്തെയും നമുക്ക് തന്നെ രക്ഷിക്കാൻ കഴിയും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ. ഇനിയും ഇങ്ങനത്തെ കോഴി വളർത്തൽ ടിപ്പുകളുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.